ഹായ് ഗൈസ്, ഇന്ന് ഓട്ടം പോയില്ല. വണ്ടിയുടെ ടയർ രണ്ടെണ്ണം മാറായിരുന്നു. ബാക്കിലെ ടയർ രണ്ടും തേഞ്ഞിരിക്കുകയായിരുന്നു. പുതിയ ടയർ മേടിച്ചാലുള്ള സാമ്പത്തികം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ കട്ട ചെയ്ത ടയർ മേടിച്ചിട്ടാന്ന് വിചാരിച്ചു. എന്നാലും ഇവിടെ കായംകുളത്തെല്ലാം തിരക്കിയിട്ട് ടയർ കിട്ടിയില്ല. ഓച്ചിറയുള്ള FM ടയർസിൽ പോയി. കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ A to Z കാര്യങ്ങൾക്കും ബംഗാളികളെ ആശ്രയിക്കേണ്ടി വരും. അതിന് കാരണക്കാർ നമ്മുടെ മലയാളികൾ തന്നെയാണ്. മടി പിടിച്ച് വീട്ടിയിരിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ബംഗാളികളെ ആശ്രയിക്കേണ്ടി വരും. അവന്മാർ ഇവിടെ ഒന്നും ചെയ്യാത്ത ഒരു കാര്യങ്ങളും ഇല്ല. മേശരി മുതൽ മൈക്കാട് അതേപോലെ തന്നെ തെങ്ങുകയറ്റത്തിനും എല്ലാത്തിനും A to Z കാര്യത്തിനും ബംഗാളികളാണ്. ബംഗാളികളില്ലാത്ത മേഖല ഇപ്പോൾ ചുരുക്കമാണ്. എല്ലാ പരിപാടിയും ഇപ്പോൾ കുത്തി തുറക്കുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാം മെഷീൻ വഴിയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡുമാണ്. എത്ര വണ്ടി വന്നാലും ഭയങ്കര ഫാസ്റ്റിലാണ് ചെയ്ത് വിടുന്നത്. സാധാരണ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 2 ടയർ നമുക്ക് മാറി ഇടണമെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ എടുക്കും. ഇതാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് എടുത്തുള്ളൂ. ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നട്ട് ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ മെഷീൻ ചുറ്റി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വഴി വെച്ചൊക്കെ വണ്ടി പഞ്ചറായി കഴിഞ്ഞാൽ ടയർ മാറിയിടാൻ നമ്മളെ കൊണ്ടാവത്തില്ല. നമ്മൾ സാധാരണ സ്മാർട്ട് പിടിച്ച് കഴിഞ്ഞാൽ അത് അഴിഞ്ഞു വരത്തില്ല. അതുകൊണ്ട് തന്നെ മെഷീൻ്റെ ആവശ്യം തന്നെ വേണ്ടി വരും. കൊല്ലം നീണ്ടരെ പാലത്തിൽ വെച്ച് ടയർ പഞ്ചറായപ്പോൾ ഇതുപോലെ ടയർ മാറിയിടാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല. പഞ്ചറയുടെ നാളെ വരേണ്ടി വന്നു അത് മാറ്റിയിടാൻ. റോഡ് ഫ്രണ്ടേജ് വീടാണെങ്കിലും അധികം കച്ചവടക്കാരൊന്നും വരാറില്ല. കാര്യം മരുന്നും കൊണ്ടല്ല ഇടുങ്ങിയ വഴിയാണ്. വഴിയെറ്റി വന്നാണെന്ന് അറിയത്തില്ല. നമ്മുടെ കപ്പലിൻ്റെ കച്ചവടക്കാരനൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ ഏകദേശം ഈ റൂട്ടിലൊക്കെയാണ് കച്ചവടം ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഈ റോഡിൽ ആദ്യമായിട്ടാണ് വരുന്നത്. എന്തായാലും കുരിപ്പുകൾക്ക് കണ്ടോ കപ്പലിൻ്റെ വേണമെന്ന് പറഞ്ഞപ്പോൾ 2 മേടിച്ചു കൊടുത്തു. ഇടി വീഴാതിരിക്കാൻ വേണ്ടി 2 പേർക്ക് 2 പാക്കായിട്ട് മേടിച്ചു കൊടുത്തു. കിലോമീറ്ററോളമാണ് ഇങ്ങനെ വണ്ടി റൂട്ടി കച്ചവടം ചെയ്യും. ജീവിക്കാൻ വേണ്ടി റിസ്ക് എടുക്കുന്ന കാര്യത്തിൽ തമിഴരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചൂട് കപ്പലിൻ്റെ കുരിപ്പുകൾ എന്ന് കണ്ടപ്പോൾ എനിക്കൊരു കൊതി. 2 കയ്യിൽ നിന്ന് കൈ നീട്ടി ഞാൻ മേടിച്ചു തന്നു. പൊടിച്ചിക്കാണെങ്കിൽ ക്ലേ സ്ലൈം എന്നൊക്കെ പറഞ്ഞാൽ ജീവനാണ്. ക്ലേ എടുത്തോണ്ട് വാപ്പി എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞു തന്നു. എന്തായാലും ഒരു ഫിഷ് പോണ്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പുള്ളിക്കാരി എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് മീനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിള്ളേരുടെ ക്രിയേറ്റിവിറ്റി വളർത്താൻ വേണ്ടി നമ്മൾ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. എപ്പോഴും പഠിത്തം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.